നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യമാണ് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്വർണ്ണത്തിന്റെ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും നല്ല ബുദ്ധിപരമായ തീരുമാനം എന്നുള്ളത്. അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൂവ് ആണോ? ഗോൾഡ് എന്നത് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഗോൾഡ് ഒരു കമോഡിറ്റി ആണ്. കമോഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ എവിടെന്നെങ്കിലും കുഴിച്ചെടുക്കുന്ന വളരെ ലിമിറ്റഡ് സപ്ലൈയിലുള്ള ഒരു സാധനമാണ്. ഗോൾഡ് എന്ന ഒരു അസറ്റിന് അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തിലായിരിക്കും ആദ്യമായിട്ട് കേട്ടിട്ടുണ്ടാവും. ഗോൾഡ് എന്നൊരു അസറ്റിനെ കുറിച്ച് നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാർ മുതലാതെ മുമ്പുള്ള ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു ഫെമിലിയാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു സോഷ്യൽ അപ്രൂവൽ ഉള്ള ഒരു അസറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. പക്ഷെ ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ എന്ത് വാല്യൂ ഉണ്ട് എന്നൊരു ന്യായമായ ഒരു ചോദ്യമുണ്ട്. ഇപ്പം നമ്മളൊരു ഷെയർ മാർക്കറ്റ് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു ബിസിനസ്സിലാണ് ഓൺ ചെയ്യുന്നത്, ബിസിനസിന്റെ ഒരു അംശമാണ് ഓൺ ചെയ്യുന്നത്. ആ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ പ്രോഫിറ്റ് വളരുന്നതനുസരിച്ച് ആ ഷെയറിന്റെ വാല്യൂ കൂടുന്നുണ്ട്. ഗോൾഡ് എന്ന് പറയുന്നത് നമ്മളൊരു വാങ്ങിക്കുന്ന ഒരു ഗോൾഡിന് അങ്ങനത്തെ ഒരു ഗ്രോത്ത് ഗ്യാരണ്ടീഡ് അല്ല. അങ്ങനെ വേറെ ഇൻട്രിൻസിക് വാല്യൂ ഒന്നുമില്ല. നമ്മൾ കൽപ്പിക്കുന്ന വാല്യൂ ആണ് ഗോൾഡിന് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഗോൾഡിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് ഒരുപാട് ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇതൊരു റിസർവ് കറൻസി എന്ന രീതിയിൽ ഒരുപാട് ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഗോൾഡിന്റെ വാല്യൂ നിശ്ചയിക്കുന്ന ഇതില്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ 2 വർഷം എന്ത് നടന്നു എന്നത് മാത്രമല്ല. നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ ഒരു 10 വർഷം ഗോൾഡിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗോൾഡ് എന്നൊരു അസറ്റ് കാറ്റഗറി ന്യായമായ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ റിയൽ എസ്റ്റേറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റിലെ ഒരു ആവറേജ് റിട്ടേൺസിന് അത്രത്തോളം റിസൾട്ട് ഗോൾഡിൽ നിന്ന് ഇല്ല എന്നാണ് സത്യാവസ്ഥ. നമ്മളൊരു 10 വർഷത്തെ ഒരു ഹൊറൈസണിൽ നോക്കുകയാണെങ്കിൽ. എന്നാൽ കഴിഞ്ഞ 2 വർഷം നമ്മൾ നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു അസറ്റായി മാറുകയാണ്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിൽ ഒരുപാട് അൺസർട്ടനിറ്റീസിൽ കൂടെ പോയ ഒരു സമയമാണ്. ഒരുപാട് യുദ്ധങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായപ്പോൾ അങ്ങനത്തെ അൺസർട്ടനിറ്റീസ് ഉള്ള സമയത്ത് വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒരു അസറ്റാണ് ഗോൾഡ്. പക്ഷെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ ഗോൾഡ് അത്രത്തോളം പെർഫോം ചെയ്യാൻ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡിനെ നമ്മൾ ഒരു അസറ്റ് എന്ന രീതിയിൽ നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു സ്ഥാനമുണ്ട്. പക്ഷെ അത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആവില്ല. കാരണം നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ലോങ്ങർ ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. അതിനൊരു ഭാഗമാവാം. ആ ഭാഗം എത്രയാണ് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ റിക്വയർമെന്റ്സ് അനുസരിച്ച്. പക്ഷെ ഒരു ഫുൾ പോർട്ട്ഫോളിയോയുടെ ഒരു അങ്ങനെ ഫുൾ പോർട്ട്ഫോളിയോ ഗോൾഡ് മാത്രമാവരുത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനത് ജ്വല്ലറി ആയിട്ട് വാങ്ങിച്ചു വെക്കണോ, അല്ലെങ്കിൽ ഗോൾഡ് ബാസ് ആയിട്ട് വാങ്ങിച്ചു വെക്കണോ, അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് വാങ്ങിച്ചു വെക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ബോണ്ടുകൾ വാങ്ങിക്കണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരില്ലേ? അപ്പൊ അതിനെന്തായിരിക്കും ഉത്തരം? ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് രീതികളാണിത്. ഓരോ ഫോർമാറ്റിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ജ്വല്ലറി വാങ്ങിക്കുമ്പോൾ ഒരു മിനിമം സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ് ആണ് അല്ലെ? നമ്മുടെ ഏറ്റവും കുറഞ്ഞൊരു കമ്മല് വാങ്ങിക്കാൻ പോയ പോലെ അതിനൊരു വാല്യൂ ഉണ്ട്. 100-500 രൂപയും അല്ലെങ്കിൽ 2000 രൂപയും മാത്രം മാറ്റിവെക്കാൻ സാധിക്കുന്നവർക്ക് പക്ഷേ ഒരു ഗോൾഡ് ജ്വല്ലറി വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ അതില് വാങ്ങിക്കുമ്പോഴും അതിന്റെ പണിക്കൂലിയും പണിക്കുറവും ചെറിയ വാല്യൂ വ്യത്യാസങ്ങളും നമുക്ക് എക്സ്പെൻസസ് ഉണ്ട് ഓൺ ചെയ്യാൻ. എന്നിരുന്നാലും നമുക്ക് ഗോൾഡ് എന്നൊരു അസറ്റ് എപ്പോഴും ഒരു ഹാർഡ് അസറ്റ് ആയതുകൊണ്ട് അത് കസ്റ്റഡിയിൽ വെച്ച് നമ്മൾ ഒരു ജ്വല്ലറി ആയിട്ടോ ഒരു ഗോൾഡ് ബ്രിക്ക് ആയിട്ടോ അല്ലെങ്കിൽ കോയിൻ ആയിട്ടോ ഓൺ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും സേഫസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ അതിന് എന്താ പറയാ പറ്റാത്തല്ല വോൾട്ടിലൊക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്ന് മാത്രം. അത് സാധിക്കാത്തവർക്ക് ഒരു കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ പറയുന്ന പോലെ ബോൺസ് ആണെങ്കിലും ഗോൾഡ് ബോൺസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് എന്ന കാറ്റഗറി ആണെങ്കിലും നമുക്ക് ചെറിയ എമൗണ്ട് വെച്ചിട്ട് 500 രൂപ പോലും ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഗോൾഡ് എന്നൊരു അസറ്റ് ക്ലാസ്സിന് ഓൺ ചെയ്യാൻ അവസരം ഒരുക്കുന്നതാണ്. ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഗവൺമെന്റ് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് ഗോൾഡ് റിസീപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഡക്റ്റ് ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം വളരെ സേഫ് ആയിട്ടും റെഗുലേറ്റഡ് ആയിട്ടും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ഇതുവരെ റെഗുലേറ്റഡ് അല്ല, പക്ഷെ അങ്ങനെ റെഗുലേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചെറിയ എമൗണ്ടിൽ നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ യൂസ് കേസ് അനുസരിച്ച്
നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഈ പല പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇത് എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ മാർക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കേട്ട് ആകെ വണ്ടടിച്ച് നിൽക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതൊരു വീട്ടമ്മയായിക്കോട്ടെ, പഠിക്കുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.